കയ്യാർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുതിയ 4 BHK വീടാണ്. ഈ ഒരു വീടിന്റെ അപ്രോക്സ് ഫ്രണ്ടേജ് ഏരിയ എന്ന് പറയുന്നത് 60 ഫീറ്റ് ആണ്. ഈ ഒരു വീട്ടിൽ 3 കാർ പാർക്കിംഗ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു വീട്ടിൽ നിന്ന് മെയിൻ റോഡിലോട്ട് 5 കിലോമീറ്റർ ആണുള്ളത്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് 75 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ലോയോള സ്കൂള്. ലോയോള സ്കൂളിൽ നിന്ന് വെറും 500 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 75 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതേ വീടിന്റെ എൻട്രൻസ് ആണ്. ആൻഡ് ഈ ഒരു ഡോറ് തേക്ക് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീടിന്റെ ലിവിംഗ് റൂമിലോട്ടാണ്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേ കളറിലാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ആൻഡ് ഈ ഒരു TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ 2 സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ഒരു ഗ്രേ കളർ ഡിസൈനിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് ഫോൾ സീലിംഗ് ആണ്. അതിനോട് ചേർന്നിട്ടുള്ള വാളിൽ വാൾപേപ്പർ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു ഡെക്കോർ ലൈറ്റും വരുന്നുണ്ട്. ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമും വരുന്നത്. നമുക്കിനി ബെഡ്റൂമിലോട്ട് പോവാം. ഒരു ഒലീവ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോംബോയിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ആൻഡ് ഇവിടെ വൈറ്റ് കളറിലൊരു വാർഡ്രോബ് നമുക്ക് കാണാൻ പറ്റും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഒരു റാബിറ്റിൻ്റെ ഡിസൈനുള്ള ഒരു ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണിത്. ഇതിന് ഫുൾ ലെങ്ത്തിലാണ് ഇവർ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ ഒരു മിററും വാഷ് ബേസിനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് റൂം തന്നെയാണിത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ സ്പേസും വരുന്നത്. ആൻഡ് ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദി സെക്കൻഡ് ബെഡ്റൂം. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കളർ കോംബോ വരുന്നത്. അതിവിടെ ഹെഡ് ബോണ്ട് ഡിസൈനിലുള്ളൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു പെയിൻറ്റിങ് പോലത്തെ ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ പറ്റും. ഇവിടെ ഒരു ബ്രൗൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിലുള്ള ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ആൻഡ് അതിനോട് ചേർന്ന് തന്നെ ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് കാണാൻ പറ്റും. പ്ലെയിൻ വൈറ്റ് കളറാണ് ഈ ഒരു വാർഡ്രോബിന് കൊടുത്തേക്കുന്നത്. ഇവിടെ 3 ഡോർസാണ് ഈ ഒരു വാർഡ്രോബിനുള്ളത്. ഇവിടെ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റഡി ടേബിളും ആൻഡ് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ മിറർ യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു മിറർ യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമും വരുന്നത്. ആൻഡ് സാനിറ്ററി വരികയാണെങ്കിൽ സൊമാനി ആൻഡ് മിഡാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഡിസൈനിലുള്ള ഒരു വാൾ ഡിസൈൻ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബെഡ്റൂമിന് ഫാൾ സീലിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ വീട്ടിലെ കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് വാൾ ക്യാബിനറ്റ്, ബോട്ടം ക്യാബിനറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രൊഫൈൽ ഹാൻഡ്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലോഫ്റ്റ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. വുഡിൻ്റെ പ്രൊഫഷൻസി നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ബ്ലൂ കളർ ബ്ലാക്ക് സ്പാഷ് ആണ് കിച്ചണ് നൽകിയിരിക്കുന്നത്. 2 വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. കിച്ചണോട് ചേർന്ന് തന്നെ
നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ 2 സിങ്കിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലോവർ ക്യാബിനറ്റ്, വാൾ ക്യാബിനറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ വരുവാണെങ്കിൽ വുഡും സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിലെ വാളിലൊരു വാൾ ഡിസൈൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളറിലാണ് ഈ ഒരു വാൾ ഡിസൈൻ സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ലിവിങ് റൂമിലോട്ടാണ്. ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് കാണാം. ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. ഈ ടി വി യൂണിറ്റോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഒരു ഗ്രേ ഡിസൈനിൽ തന്നെയാണ് ഇത് രണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഒരു ലിവിങ് റൂമിൻ്റെ മുകളിലായിട്ട് ഫാൾ സീലിങ്ങോട് കൂടിയ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിവിങ് റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഓഫീസ് സ്പേസ് വരുന്നുണ്ട്. ഒരു ഒലീവ് ഗ്രീൻ കളറിലാണ് ഈ ഒരു ഓഫീസ് സ്പേസിൻ്റെ പെയിൻറ് ചെയ്തേക്കുന്നത്. 2 സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലും ആൻഡ് ഒരു സിൽവർ കോംബോയിൽ ഒരു വാൾ ഡിസൈൻ ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ്. ഇതാണിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാൾ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഗ്രീൻ ആൻഡ് ഗോൾഡ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ഒരു മിറർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി സ്പേസും ഈ റൂമിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ബെഡ്റൂമിലെ വാർഡ്രോബ് ഫുൾ വൈറ്റ് കളറിലാണ് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ ഒരു മിറർ ആൻഡ് ഡ്രസ്സിങ് ഏരിയ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ തന്നെ ഒരു വുഡൻ കളറിലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഒരു ക്യാമലിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇത് ഫുൾ ലെങ്ത്തിലാണ് ഇതിൻ്റെ ടൈൽ വർക്ക് ഫുള്ളും ചെയ്തേക്കുന്നത്. ലിവിങ് റൂമിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാള് കാണാൻ പറ്റും. ആൻഡ് അതിനോട് ചേർന്ന് തന്നെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ബ്ലൈൻഡ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഈ ഒരു വാളിലോട്ട് വരികയാണെങ്കിൽ ഒരു ലെമൺ യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ വാൾ ഡിസൈനിനോട് ചേർന്ന് തന്നെ വേറെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബ്ലൈൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഒരു സൈഡിൽ പ്ലെയിൻ വൈറ്റ് കളറും ആൻഡ് ഒരു സൈഡിൽ ഗ്ലാസ്സും ആണ് ഈ ഒരു വാർഡ്രോബിൻ്റെ 2 സൈഡായിട്ട് വരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മിറർ യൂണിറ്റും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു ലീഫ് ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ഡോറാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ടെറസിലോട്ടുള്ള എക്സിറ്റ് ഡോറിൻ്റെ അങ്ങോട്ടാണ്. ഇവിടെ നിന്നാണ് ടെറസിലോട്ടുള്ള എക്സിറ്റ് വരുന്നത്.
1000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ആണ് ഈ ഒരു വീടിൻ്റെ വാട്ടർ ടാങ്കിനുള്ളത്. സോ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഏരിയയിലെ ലാൻഡിന്റെ വില എന്ന് പറയുന്നത് പെർ സെന്റ് 11 lakhs ആണ്. ആൻഡ് ഈ ഒരു വീടിന്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1.35 crores ആണ്. ആൻഡ് ഈ ഒരു വീടിന്റെ ആസ്കിംഗ് പ്രൈസും വരുന്നത് 1.35 crore ആണ്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നെഗോഷ്യബിൾ. സോ നിങ്ങളുടെ വീടും ഇതുപോലെ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് സ്കൈ ആർക്ക്.